ഹായ്, ഞാൻ ഐശ്വര്യ വെൽനസ് കോച്ചാണ്. ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി, എങ്ങനെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ അതിൽ ഫോളോ ചെയ്തിരുന്നത്, ടിപ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വളർന്നു വന്ന രീതികൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അരിയാഹാരം കഴിക്കണം എന്നുള്ള നോർമലി നമ്മളെ വീട്ടിലിപ്പോൾ മുതിർന്നവർ, ഇപ്പോൾ അമ്മമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചോറ് വയറ് നിറച്ച് കഴിക്കണം, തടിയുള്ള ആളുകളാണ് ആരോഗ്യമുള്ള ആളുകൾ, ഇങ്ങനെയാണ് നമ്മൾ കേട്ടതും. അതേപോലെ തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നതും. മാക്സിമം തടിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ ചോറൊക്കെ നല്ല കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഡിഗ്രി ആ ഒരു കാലഘട്ടത്തിൽ വരെ ബോഡി അത്യാവശ്യം വലിയ സ്കെൽറ്റും അല്ല, എന്നാൽ ഓവർ വെയ്റ്റും അല്ല, ഇങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഡിഗ്രിക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ നിന്ന് ഭക്ഷണ രീതി പതുക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. ഓയിലി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. പൊറോട്ട ഒക്കെ നല്ല ഞാൻ കഴിച്ചിരുന്നൊരു ടൈമാണ്. ഡെയിലി പൊറോട്ട കഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ പതുക്കെ എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് പെയിനും അതേപോലെ തന്നെ ലെഗ് പെയിനും ഒക്കെ ഭയങ്കരമായിട്ട് സഫർ ചെയ്തിരുന്ന സമയങ്ങളൊക്കെയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ബാമോ കാര്യങ്ങളൊക്കെ പുരട്ടി ആ വേദന എന്താ പറയുക, താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താം. ഇത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് പതുക്കെ എക്സസ് വെയിറ്റിലേക്ക് വരാൻ തുടങ്ങണതും. വീണ്ടും പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അങ്ങനെ മുന്നോട്ടേക്ക് പോയിരിക്കുന്ന സമയത്താണ് നമ്മൾ കല്യാണം എന്നുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ചിക്കനാണെങ്കിൽ നല്ല എക്സസ് വെയിറ്റ് ഉള്ള ഒരാളാണ്. അവർ ഏകദേശം 100 കിലോ എബോവ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, എങ്ങനെയോ ഞങ്ങൾ തമ്മിലുള്ള കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ച്. അതെനിക്ക് തീരെ താല്പര്യമില്ലല്ലോ, കാരണം എക്സസ് വെയിറ്റ് ഉള്ള ഒരാൾ, എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ നോർമലി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചെക്കന് ഒരു കമ്പനിക്ക് വേണ്ടി എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യം വെയിറ്റ് കൂട്ടിയത്. പിന്നെയും പതുക്കെ ആഫ്റ്റർ മാരേജ് ഞാൻ വെയിറ്റ് കൂടാൻ തുടങ്ങി. അവിടെ നിന്ന് നല്ല രീതിക്ക് ഫുഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് വീട്ടിലധികം മെമ്പേഴ്സൊന്നുമില്ല, അപ്പോൾ പിന്നെ ഫുഡ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കൂടുന്നതും. പിന്നെ വെയിറ്റ് കൂടുന്നത് ഈസി ആണെങ്കിലും അത് കുറയ്ക്കാന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടാന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാവേണ്ട കുറച്ച് സിറ്റുവേഷനാണ് ഉണ്ടായത്. കാരണം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോർമലി എല്ലാവരും അടുത്തുനിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻസാണ്. 1-2 മാസമൊക്കെ ആയപ്പോൾ വിശേഷമൊന്നും ആയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ കിറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നെഗറ്റീവാണ് വരിക. പീരീഡ്സ് കാര്യങ്ങളൊന്നും കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ തന്നെ നമ്മളെ ലൈഫിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞു വെച്ചാൽ രണ്ടുപേരും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ്. കാരണം അവരാണെങ്കിൽ 100 എബോവ് ഉണ്ട്, ഞാനും ഏകദേശം വലിയ മോശമില്ലാത്തൊരു വെയിറ്റും ഉണ്ട്. എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള എന്തായാലും വെയിറ്റ് അല്ല, അതിൽ ഏകദേശം ഒരു 15 to 20 kg എക്സസ് വെയിറ്റ് ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് PCOD ഇഷ്യൂ ഉണ്ടായിരുന്നു, പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു, പിന്നെ ഫാറ്റി ലിവർ, തൈറോയിഡ്, എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമാണ് അത്. കാരണം ആ വെയിറ്റ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ചെക്ക് ചെയ്ത സമയത്ത് മാത്രമാണ് അറിഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനെ ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് കൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സെൽഫായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുത്തത്. ചോറ് മാറ്റി നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചപ്പാത്തി കഴിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയത്. ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ എണ്ണ ഒന്നും കറക്റ്റായിട്ട് നോക്കുകയൊന്നുമില്ല, വലിച്ചു വാരി കഴിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
4-5 ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല. 2 ദിവസം ഫോളോ ചെയ്യും, 3-ാമത്തെ ദിവസം അത് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ കടന്നു പോയ സിറ്റുവേഷൻസിലും എന്താ പറയുക, മെൻ്റലി ആണെങ്കിലും അപ്പോൾ ഫിസിക്കലി ആണെങ്കിലും നമ്മൾ വീക്കാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഹെൽത്തി വെയിറ്റ് ലോസ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയാനിടയായത്. സോ ഞങ്ങളുടെ ഭക്ഷണ രീതി ആദ്യം തെറ്റാണ് എന്ന് മനസ്സിലായ സമയം മുതൽ ഞങ്ങൾ അത് തന്നെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തു. ഓക്കെ, എത്ര നേരം ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ വെള്ളം എത്ര കുടിക്കണം, എത്ര ടൈം ഉറങ്ങണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഗൈഡൻസ് കിട്ടിയതും അതേപോലെ തന്നെ തിരിച്ചറിവ് കിട്ടിയതും ഏകദേശം ഒരു 25-26 വയസ്സ് ഉള്ള സമയത്താണ്. കാരണം ഇത്രയും ലേറ്റായി ഒരു വ്യക്തിക്ക് ശരിക്കും ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ നമ്മളെ വീട്ടിലാണെങ്കിലും ഇപ്പം എനിക്ക് ഇപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. അപ്പം നമ്മളെ ഹെൽത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും കിട്ടിയത് ഈ ഒരു എന്താ പറയുക ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ്. സോ എൻ്റെ ഒരു തെറ്റായ ഭക്ഷണ രീതി എനിക്ക് അറിയാം ഓൾറെഡി അത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ അറിയാലോ, നമ്മളോട് ആളത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വണ്ണം ഉള്ള സമയത്ത് വണ്ണം കുറയ്ക്കണം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ണം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് കുറച്ചാൽ കൊള്ളാം, അതിനുള്ള ഒരു എന്താ പറയുക എഫേർട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. 2 ദിവസം കഴിഞ്ഞ ആഗ്രഹം പോകും, അത് വേറെ കാര്യം. അപ്പം കറക്റ്റായിട്ട് എൻ്റെ ഒരു ഭക്ഷണ രീതി നല്ലൊരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഞാൻ ഫോളോ ചെയ്യാൻ റെഡിയായി. കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം തന്നെ എൻ്റെ ബോഡിക്ക് അതിൻ്റേതായിട്ട് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. പീരീഡ്സൊക്കെ റെഗുലറായി, ഒരു 9 kg വെയിറ്റ് കുറച്ചു, അതേപോലെ തന്നെ കൺസീവായി. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു മോളുണ്ട്, ആൾക്ക് 5 വയസ്സാണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷം ഞാനൊരു 20 കിലോ വെയിറ്റ് കുറച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു കാരണം നോക്കുകയാണെങ്കിൽ, ഞാൻ നോർമലി എല്ലാ പേഴ്സൺസിനെയും പോലെ ഒരു പ്രഗ്നൻസിക്ക് ശേഷം ലേഡീസ് വണ്ണം വെച്ചാൽ വണ്ണം കുറയൂല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. നോർമലി എല്ലാവരും ബോഡി ടൈപ്പ് ഇതേപോലെ തന്നെയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ച് പ്രായമായ പോലെ നമ്മളെ തോന്നിച്ചു തുടങ്ങും. സാധാരണക്കാരെ പോലുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റി നോക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിന് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാൻ തുടങ്ങിയ ആളുകൾ. ഇപ്പോൾ ജിമ്മ്, അതേപോലെ പല രീതിയിലും ഇപ്പം നടക്കാൻ പോവുക, പല സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ആളുകൾക്ക് നല്ല റിസൾട്ട് വേണം, നല്ലൊരു ഹെൽത്ത് വേണം, ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിതിൽ എത്തിപ്പെട്ടതിന് ശേഷം നോക്കുകയാണെങ്കിൽ എനിക്കൊരു 7 years ഞാൻ നല്ലൊരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇതിൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ഈസിയാണ്. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പുഷ് ചെയ്തതിൻ്റെ മുകളിലാണ് വെയിറ്റ് കുറയ്ക്കാൻ വന്നത്, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് എടുക്കാൻ വന്നതെങ്കിൽ ഒരിക്കലും ആ റിസൾട്ട് കിട്ടുകയില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാവുകയില്ല. അപ്പം റിസൾട്ട്, ഹെൽത്ത്, അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കണം. 25 വയസ്സിൽ ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്ന ഞാൻ വെയിറ്റ് ലോസ് ചെയ്തു, എൻ്റെ ഭക്ഷണ രീതി നല്ല രീതിക്ക് ചേഞ്ച് ചെയ്തു. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ ഒരു 31 അല്ലെങ്കിൽ 32 ആവാൻ പോകുന്നു. ഈ ഒരു ഏജ് ആണെങ്കിലും ഞാൻ എന്താ പറയുക കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഫീൽ വന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒത്തിരി പേർക്ക് റിസൾട്ട് എടുത്ത് കൊടുക്കാനുള്ള ഗൈഡൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ മൈൻഡ് സെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അധികം ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പട്ടിണി കിടക്കല്ല ചെയ്യേണ്ടത്, കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ക്രമീകരിച്ച് കഴിക്കാൻ നോക്കുക. അളവ് വയറ് നിറച്ച് കഴിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് അളവൊന്ന് കുറച്ച്
ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. വയറ് നിറച്ച് കഴിക്കുന്ന സമയത്താണ് നമ്മുടെ വെയിറ്റ് കൂടാനും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടാനൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരിക. പിന്നെ ഒരു കറക്റ്റ് ഗൈഡൻസിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം റിസൾട്ട് എടുക്കാനുള്ള ഡിസിഷൻ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്നൊരു മെത്തേഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു പ്രോഗ്രാം ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ വന്ന ഒരു വെയിറ്റ് ലോസ് ജേണി. അപ്പോൾ ഇതിൽ വെയിറ്റ് ലോസ് ജേണി മാത്രമല്ല, റിസൾട്ട് കാര്യങ്ങൾ എന്താ പറയുക 100% അധികം ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഫോളോ അപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഫോളോ അപ്പ് ഇവിടെ മിസ്സാവാണ്, ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി, അങ്ങനെ കുറേ ചടങ്ങുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോളോ അപ്പ് എന്താണ്? വയറ് നിറച്ച് അതുവരെ ബാലൻസ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന ആൾ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ടിനും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് കുറയില്ല. അത് 100% മനസ്സിലാക്കുക. കറക്റ്റ് ഒരു കോച്ചിൻ്റെ ഗൈഡൻസിൽ തന്നെ റിസൾട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.